തൃശൂരിന്റെ ജലോത്സവ പാരമ്പര്യത്തിന് ആവേശം പകരാൻ കണ്ടശംകടവ് ഒരുങ്ങുന്നു. ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്കായുള്ള ഈ വർഷത്തെ കണ്ടശംകടവ് ജലോത്സവം ഓഗസ്റ്റ് 27-ന് നടക്കും. ജലോത്സവത്തിന് മുന്നോടിയായുള്ള കൊടിയേറ്റം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കണ്ടശംകടവ് വള്ളംകളിക്ക് ഇത്തവണയും ആവേശം ഒട്ടും കുറയില്ല. ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്കായുള്ള ജലോത്സവം അവിട്ടം ദിനമായ ഓഗസ്റ്റ് 27-നാണ് കനോലിക്കായലിൽ അരങ്ങേറുന്നത്. ചുണ്ടൻ വെള്ളം, ചുരുളൻ വെള്ളം, ഇരുട്ടുകുത്തി എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് മത്സരം. ഇത്തവണത്തെ ജലോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. തൃശ്ശൂരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഇവന്റാണ് കണ്ടശംകടവ് വള്ളംകളി. നമുക്കിതിനെ ടൂറിസം മാപ്പിലെ ടൂറിസം കലണ്ടറിലേക്ക് വരും വർഷങ്ങളിൽ കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കണം. അരനൂറ്റാണ്ടിലേറെ കാലമായി തുടരുന്ന ഈ വള്ളംകളി തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ജലവിനോദങ്ങളിലൊന്നാണ്. വള്ളങ്ങളുടെ വേഗത്തിനൊപ്പം തുഴച്ചിൽക്കാരുടെ താളവും കാണികളുടെ ആവേശവും ചേരുമ്പോൾ കനോലിക്കായൽ ഉത്സവലഹരിയിലാകും. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിനായി തെക്കൻ ജില്ലകളിൽ നിന്നും കുട്ടനാട്ടിൽ നിന്നുമുള്ള തുഴച്ചിൽക്കാരാണ് പതിവായി എത്തുന്നത്. ചുരുളൻ വെള്ളത്തിലും ഇരുട്ടുകുത്തിയിലും പ്രാദേശിക ക്ലബ്ബുകളിലെ തുഴച്ചിൽക്കാരാവും മാറ്റുരയ്ക്കുക. 1956 നവംബർ മാസം 1-ാം തീയതി കേരളപ്പിറവിയുടെ ഭാഗമായിട്ടാണ് കണ്ടശംകടവ് ജലോത്സവം ആരംഭിച്ചത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പഴക്കം ചേർന്ന ഒരു ജലോത്സവമായി ഇത് മാറിയിട്ടുണ്ട്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ വളരെ ഭംഗിയായ രീതിയിൽ സംഘാടക സമിതി എന്ന രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. വാടാനപ്പള്ളി, മണലൂർ പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ തൃശൂർ ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിലാണ് ഓരോ വർഷവും വള്ളംകളി സംഘടിപ്പിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്നുള്ള സംഭാവനകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായവും ഉൾപ്പെടെയാണ് ഇതിനുള്ള തുക കണ്ടെത്തുന്നത്. ജലോത്സവത്തിന്റെ ഭാഗമായി 10 ദിവസങ്ങളിലായി വിവിധ സാംസ്കാരിക കലാപരിപാടികളും നടക്കും. ന്യൂസ് മലയാളം, തൃശൂർ.